കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പി.വി. അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നിലമ്പൂരിൽ നടത്തിയ പൊതുസമ്മേളനത്തിലും അദ്ദേഹം ആവർത്തിക്കുന്നത്. പുതിയ പാർട്ടി ഉണ്ടാക്കലാണോ പി.വി. അൻവറിന്റെ ലക്ഷ്യം എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് പഴയ മറുപടി തന്നെയാണ്. ജനം പാർട്ടി ഉണ്ടാക്കിയാൽ അതിന് പുറകിൽ താൻ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴും LDF തള്ളിപ്പറഞ്ഞതിന് ശേഷം, CPM തള്ളിപ്പറഞ്ഞതിന് ശേഷമുള്ള പി.വി. അൻവറിന്റെ അടുത്ത സ്ട്രാറ്റജി എന്താണ് എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. അൻവർ നിലമ്പൂർ മണ്ഡലത്തിലെങ്കിലും CPM-ന് ഭീഷണിയാകും. അൻവർ തുടങ്ങി വെച്ച കൊടുങ്കാറ്റ് കേരള രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കും? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളോടൊപ്പം അതിഥികളായി ഇടത് സഹയാത്രികൻ ഡോക്ടർ B. ജയരാജൻ, രാഷ്ട്രീയ നിരീക്ഷകൻ മുഹമ്മദ് ഹനീഫ, കോൺഗ്രസ് വക്താവ് അനിൽ ബോസ് എന്നിവർ. ആദ്യം ഹനീഫയിലേക്ക്. ഹനീഫ, അൻവർ ഇത്രയും നേരം സംസാരിച്ചത് പഴയ കാര്യങ്ങൾ തന്നെയാണ്. അൻവറിന്റെ ഒരു സാധ്യത എന്താണ്? അൻവർ എന്താ പറയുക, അൻവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പുതിയതല്ല എന്ന് പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി താങ്കൾ സൂചിപ്പിച്ച പോലെ ദിവസങ്ങളിലായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സംഗ്രഹിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി വിശദീകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. തീർച്ചയായും അദ്ദേഹം പാർട്ടി ഉണ്ടാക്കില്ല എന്നാണ് അതിൻ്റെ ഹൈലൈറ്റിലൊന്ന്. അദ്ദേഹം പാർട്ടി ഉണ്ടാക്കില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശ്രമങ്ങൾ നടത്താത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുകയും അതിനോട് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യുകയല്ല. അദ്ദേഹം സ്വമേധയാ പറയുകയാണ് ഞാനൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. നോക്കൂ, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഏറ്റെടുക്കേണ്ടത് ആരാണ്? ഭരണമുന്നണിയിലെ ഒരു MLA, അതിൻ്റെ ഒരു സ്വതന്ത്ര MLA ആയിരിക്കുമ്പോൾ തന്നെ ഒരു MLA ഉയർത്തുന്ന അതിനിശ്ചിതമായ രാഷ്ട്രീയ വിമർശനങ്ങളെ ഏറ്റെടുക്കാൻ ഇവിടെ UDF സംവിധാനത്തിൽ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളൊരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനേക്കാൾ രസകരമായ കൗതുകകരമായ കാര്യം, കഴിഞ്ഞ ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് BJP. കേരളത്തിലുണ്ടാകുന്ന എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും ഇടപെട്ട് അതിലൊക്കെ സമര സാധ്യതകളുണ്ടെങ്കിൽ ആ സമരത്തിൻ്റെ മുന്നിൽ പോയി നിന്ന്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടായിരുന്നാലും ശരി, കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം ഞങ്ങളാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന BJPയും അതിൻ്റെ പ്രസിഡന്റും. പക്ഷേ അവർ ഈ വിഷയത്തിൽ അൻവർ ഉയർത്തിയ പ്രശ്നത്തിൽ ഉടനീളം മുഖ്യമന്ത്രിയോടൊപ്പമാണ്, CPM-നോടൊപ്പമാണ്, ഗവൺമെൻറ്റിനോടൊപ്പമാണ്. ഇത് വിചിത്രമായ ഒരു കാര്യമായി കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്താതെ പോവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മുസ്ലിം ലീഗ് ഏറ്റെടുക്കേണ്ട കോർ വിഷയങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത് അത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചാണ്, രണ്ടാമത് RSS CPM ബന്ധത്തെക്കുറിച്ചാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഏകദേശം 30-32 വർഷങ്ങൾക്ക് മുമ്പ് ഫാസിസ്റ്റ് മാർക്സിസ്റ്റ് കൂട്ടായ്മക്കെതിരെ എന്ന പേരിൽ മുദ്രാവാക്യം രൂപപ്പെടുത്തിയ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിൻ്റെ യുവജന വിഭാഗം അതിൻ്റെ സമ്മേളനം നടത്തിയിട്ടുണ്ട്. ആ ക്യാമ്പയിനിൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ തന്നെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം ക്യാമ്പയിനുകൾ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പാർട്ടി അതിൻ്റെ ഏറ്റവും നിശ്ചിതമായ രീതിയിലുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ രീതിയിലുള്ള ബന്ധങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന, അതിൻ്റെ ഉള്ളുകള്ളികളെ പുറത്തു കൊണ്ടുവരുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തുകൾ ഒരു ഭരണകക്ഷി MLA നടത്തുമ്പോൾ അത് ഏറ്റെടുക്കാനോ അതിൻ്റെ മുന്നിൽ നിൽക്കാനോ അല്ലെങ്കിൽ അൻവറിനെ വിശ്വാസത്തിലെടുക്കാനോ തയ്യാറാവുന്നില്ല. UDF ആയിരുന്നാലും തയ്യാറാവുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇത് ജനങ്ങൾ കാണുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. സ്വാഭാവികമായും ഇതിനനുകൂലമായി ജനങ്ങളുടെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും എന്നൊരു പക്ഷേ അൻവർ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായി വരികയും ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ നിലപാടോ ഉണ്ടായി വരികയും അത് മറ്റ് പാർട്ടികളെ ദുർബലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യെങ്കിൽ അതിൻ്റെ പിന്നിൽ നിൽക്കുക എന്നല്ല, അതിൻ്റെ മുന്നിൽ നിൽക്കുക എന്ന് തന്നെയായിരിക്കും പി.വി. അൻവർ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹം നിൽക്കുന്ന നിലപാട് നിലമ്പൂർ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കുറേ കൂടി സുരക്ഷിതമായൊരു തട്ടകമാണ്. പക്ഷേ ഈ നിലപാടിനനുസരിച്ച് ഇദ്ദേഹത്തെ പോലെ CPM-ൻ്റെ സഹയാത്രികരായി UDF ചേരിയിൽ നിന്ന് ചേക്കേറിയ ഒരുപാട് പേരുണ്ട് മലപ്പുറം ജില്ലയിൽ, വിജയിച്ചവരും അല്ലാത്തവരും. പക്ഷെ അവരുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി പി.വി. അൻവർ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ കാണാതിരുന്നു കൂടാ. കാരണം ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം വന്നു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഒരാൾ നടത്തുന്ന വെളിപ്പെടുത്തലുകളെ ഇപ്പോൾ അദ്ദേഹം അവകാശപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ തീവ്രവാദികളും അംഗീകരിക്കാൻ പോകുന്നില്ല, പുറമേ നിന്നുള്ള അതിൻ്റെ സഹയാത്രികരും അംഗീകരിക്കാൻ പോകുന്നില്ല, അതിൻ്റെ വോട്ടർമാരും അംഗീകരിക്കാൻ പോകുന്നില്ല. ഇത്തരം ആളുകളെയാണ് പാർട്ടി കൊണ്ടുവന്നതെന്ന് ഒരു പക്ഷത്ത് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തന്നെ മറുവശത്ത് ഈ അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങളോട് പാർട്ടി സ്വീകരിച്ച നിഷേധാത്മക സമീപനത്തിനെതിരെയും വിമർശനങ്ങളുണ്ടാവും. ഒരേ സമയം ഒരേ പ്രശ്നത്തെ രണ്ട് വശത്ത് നിന്ന് ആക്രമിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളും പ്രതിരോധങ്ങളും പാർട്ടി നേരിടേണ്ടി വരും.
അതിൻ്റെ ആത്യന്തിക ഫലം യഥാർത്ഥത്തിൽ തവനൂരടക്കമുള്ള തവനൂർ ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഈ 20 വർഷത്തോളമായി പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് കെ ടി ജലീൽ. ഈ കെ ടി ജലീലിന് പോലും ഇത്തരം ഒരു തരംഗത്തിൽ രക്ഷയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്വാഭാവികമായും ഇദ്ദേഹം നിലമ്പൂരിൽ ജയിക്കുമോ, അദ്ദേഹം പാർട്ടി ഉണ്ടാക്കുമോ, പാർട്ടിക്ക് ശക്തി ഉണ്ടാകുമോ, അത് കേരളത്തിൽ എന്ത് ചലനമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ അസാധ്യമാണ്. രാഷ്ട്രീയമാണ്, പല ഘടകങ്ങളെ അത് ആശ്രയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല, സ്വതന്ത്ര പരീക്ഷണങ്ങൾ ഇവിടെ CPM-നെ അവസാനിപ്പിക്കേണ്ടി വരും എന്നൊരു ഗതികേടിലേക്ക് ആ പാർട്ടിയെ കൊണ്ടെത്തിക്കുന്നതിൽ PV അൻവർ ഈ നിമിഷത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. പക്ഷേ അനിൽ ബോസ്, എല്ലാവർക്കുമുള്ള എല്ലാവർക്കും എടുക്കാവുന്ന കാര്യങ്ങൾ അൻവർ പറയുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും പിന്തുണയ്ക്കാവുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പൊസിഷനിങ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അദ്ദേഹം ഉയർത്തുന്ന വാദങ്ങൾ എത്രയോ വർഷം മുമ്പ് രമേശ് ചെന്നിത്തല മുതൽ VD സതീശൻ വരെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയ കാര്യങ്ങളാണ്. അതായത് CPM-നും RSS-നും തമ്മിൽ ബന്ധമുണ്ട്. ഇത് ആദ്യമായി പറയുന്നത് അൻവർ അല്ല. അത് അൻവർ പറയുമ്പോൾ ശ്രദ്ധയാകർഷിക്കുന്ന അൻവർ CPM-നോടൊപ്പം നിന്നയാളായതുകൊണ്ടാണ്. പക്ഷേ അൻവർ ഉയർത്തിവിട്ട ചോദ്യങ്ങളിൽ ആ ചോദ്യങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഒരു പുതിയ പാർട്ടിയെക്കുറിച്ചൊക്കെ പറയേണ്ടി വരുന്നതും. ഇത് ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് UDF, LDF, BJP നെക്സസ് ഉണ്ട് സംസ്ഥാനത്തൊന്നും അദ്ദേഹത്തിന് ആരോപിക്കേണ്ടി വരുന്നത്. അജിംസെ, അൻവറിന്റെ മുദ്രാവാക്യത്തിനനുസരിച്ച് രാഷ്ട്രീയം തീരുമാനിക്കേണ്ട പാർട്ടിയാണോ കോൺഗ്രസ്? അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി? ഐക്യജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ മുസ്ലിം ലീഗ് അൻവറിന്റെ പ്രസ്താവനയ്ക്ക് പുറകെ പോകേണ്ടവരാണോ? നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് ആ ചോദ്യം കൊണ്ട്? ഞങ്ങൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഇന്നും ഇന്നലെയുമല്ല, നിയമപരമായും അല്ലാതെയും എത്രയോ കാലമായി ഞങ്ങൾ പോരാട്ടം നടത്തുകയാണ്. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും വേണ്ടി ഒരു പാർട്ടി അധപ്പതിക്കുന്നത് കണ്ട് ഈ അധികാരത്തെ ദുർവിനിയോഗം ചെയ്ത് സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ച്, വഴിവിട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് എത്രയോ കാലമായി ഞങ്ങൾ പറയുകയാണ്. ഞങ്ങൾ അന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് നിയമപരമായ പോരാട്ടം നടത്തുന്നു, പ്രത്യക്ഷ പ്രക്ഷോഭങ്ങൾ നടത്തുന്നു. ഈ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിനെ രാഷ്ട്രീയ പ്രേരിതമെന്നാണ് അജിംസെ വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA പരസ്യമായി രംഗത്ത് വരുമ്പോൾ അത് കൂടുതൽ വാർത്തയാകുന്നു എന്നതിനപ്പുറം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നാളുകളിലും പറയാൻ പോകുന്നതുമായ ഒരു വിഷയം മറ്റൊരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യം എന്താ? എന്തിന് ഞങ്ങൾ പോകണം? പിന്നെ ഇപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട ആ പാർട്ടിയെ അനുകൂലിക്കുന്ന, പാർട്ടിയെ സ്നേഹിച്ചിട്ടുള്ള, ബഹുജന സമരത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള പാർട്ടി അംഗങ്ങൾ ഞാൻ കാണുകയായിരുന്നു വിവിധ ചാനലുകളിൽ. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, LDF-ന്റെ ഭാരവാഹികൾ, കാൻഡിഡേറ്റ് മെമ്പർമാർ, പാർട്ടി മെമ്പർമാർ, അവരെല്ലാം പരസ്യമായി CPM-നെ എതിർക്കാനല്ല അവിടെ കൂടിയിരിക്കുന്നത്. അവിടെ കൂടിയിരിക്കുന്നത് CPM-ന്റെ കെയർ ഓഫിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ആ പാർട്ടിയെ ഒറ്റുകൊടുത്ത് ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ കടത്തിൽ പറഞ്ഞാൽ, ആ പ്രത്യയശാസ്ത്രത്തെ വ്യഭിചരിക്കുന്ന ഒരു സംഘം CPM-കാർക്കെതിരെയാണ്. അതിൽ ഒന്നാം പ്രതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ നയങ്ങൾക്കും സമീപനങ്ങൾക്കും എതിരെയുള്ള പോരാട്ടം അവിടെ പാളയത്തിൽ നടക്കുമ്പോൾ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങൾ ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന ഡെവലപ്മെന്റ്സ് പരിശോധിക്കുന്നു. അവസരങ്ങളുടെ കലയാണ് രാഷ്ട്രീയം. ഞങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ച ആളുകൾക്ക് ഭരണകക്ഷിയിൽ നിന്ന് തന്നെ വെല്ലുവിളി വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞ അതേ കാര്യമാണെന്നേ അൻവർ ആവർത്തിക്കുന്നത്. അപ്പം ഞങ്ങൾ സാഗൂതം വീക്ഷിക്കുകയാണ്. ഞങ്ങളല്ലാതെ എന്താ ചെയ്യേണ്ടത്? ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കൂടിയിട്ട് നിലമ്പൂരിൽ അൻവറിന്റെ സമ്മേളനത്തിന് ആളെ കൂട്ടണോ? ഞങ്ങളുടെ ഡ്യൂട്ടി അതാണോ? ഞങ്ങൾ ഈ വിഷയത്തെ കാണുന്നത് ഇതിനപ്പുറം പ്രാധാന്യത്തോടു കൂടിയാണ്. ഇവിടെ സംഘപരിവാർ ശക്തികൾ കേരളത്തിലെ പോലീസിലുണ്ട് എന്ന് എത്രയോ കാലമായി പറയുന്നു. ആദ്യം പറഞ്ഞത് ഞങ്ങളല്ലല്ലോ. ആദ്യം പറഞ്ഞ ആനി രാജയാണ്. ഓർക്കുന്നുണ്ടോ അജിംസ്? ഓർക്കുന്നുണ്ടോ? ആനി രാജ പറഞ്ഞപ്പോൾ അന്നത്തെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ രണ്ടാമത്തെ കക്ഷിയായ CPI എടുത്ത സമീപനമെന്ന് ആനി രാജ അഭിപ്രായം പറയേണ്ടതെന്നാണ്. ഇന്ന് അതേ പാർട്ടിക്ക് തിരുത്തേണ്ടി വന്നിരിക്കുന്നു. ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾക്ക് ആ പ്രസ്താവനയെ ശരിവെക്കേണ്ടി വന്നിരിക്കുന്നു. സംശയമുണ്ടോ അജിംസിന്? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടോ? തൃശൂർ പൂരം കലക്കുന്നതിന് വേണ്ടി ADGP ഇടപെട്ടു എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ കൃത്യമായി ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയല്ലേ?
എത്ര നാളായി? റിപ്പോർട്ട് വെച്ചോ? റിപ്പോർട്ട് കണ്ടോ? അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദി? കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പൊതുസമൂഹത്തോട് പറയണ്ടേ, ഇത് വലിയ പ്രമാദമായ ഒരു വിഷയമല്ലേ? പറഞ്ഞിട്ടുണ്ടോ? ADGPക്കെതിരെ അഭിപ്രായം പറയാൻ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നത്, അല്ലെ മുഖ്യമന്ത്രി പറയുന്നത് അന്വേഷണം നടക്കുകയാണ്, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നാണെങ്കിൽ എന്റെ ചോദ്യം, ഇപ്പോൾ ഭരണകക്ഷി MLA ആയി തന്നെ പിതൃതുല്യമായി കണ്ടു എന്ന് പറയുന്ന അൻവർ, ആ അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതിനും അന്വേഷിക്കേണ്ടതിനും പകരം അൻവറിനെ കള്ളക്കടത്തുകാരനായി ദുസൂചന നൽകി മുഖ്യമന്ത്രി കേരളത്തിലെ മാധ്യമങ്ങളോട് കണ്ടത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? ADGPക്കെതിരെ പറയാൻ റിപ്പോർട്ട് വേണം, റിപ്പോർട്ട് കണ്ടാലേ നടപടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഭരണകക്ഷിയിൽ തന്നെ പിതാവിന്റെ സ്ഥാനത്ത് കണ്ട ഒരു MLA കള്ളക്കടത്തുകാരനാക്കിയത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? കേരളത്തിലെ മുഖ്യമന്ത്രി പറയണ്ടേ? നമ്മൾ ഇവിടെ കാണേണ്ടത് ഒന്ന് മാത്രമാണ്, കേരളത്തിലെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളതും പ്രതിപക്ഷത്തെ മിടുക്കന്മാരായ നിയമസഭാ സാമാജികർ സഭയ്ക്കകത്ത് ഉയർത്തിയതുമായ വിഷയം അൻവർ ആവർത്തിക്കുന്നു. വൈകിയ വേളയിൽ അൻവർ ആവർത്തിക്കുമ്പോൾ അത് പാർട്ടിക്കെതിരെയുള്ള യുദ്ധമാക്കി മാറ്റി പാർട്ടിയും അൻവറും തമ്മിലുള്ള ഒരു മത്സരമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. അൻവർ ഉയർത്തുന്ന വിഷയങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളാണ്. അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഭരണകക്ഷിയിൽ നിന്ന് പറയുന്ന പ്രാധാന്യമുണ്ട് എന്നതിനപ്പുറം മറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ അൻവർ പറയുന്ന വിഷയങ്ങളോട് പ്രതികരിക്കാൻ ഇപ്പോഴും CPM-ഓ ഭരണ നേതൃത്വമോ അധികാരം കൈയാളുന്നവരോ തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അൻവർ ഉയർത്തുന്ന ശബ്ദത്തോട്, കേരളത്തിന്റെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ശബ്ദത്തോട് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്കും CPM-ന് വിശിഷ്യ പിന്തുണ നൽകിയിട്ടുള്ള ആ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു എന്നതിന്റെ സൂചനയാണ് നിലമ്പൂരിൽ ഇന്ന് കാണുന്ന ആൾക്കൂട്ടം എന്ന് വിലയിരുത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചും ലീഗിനെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും ഏത് സമയത്ത് എങ്ങനെ തീരുമാനം ഏതൊക്കെ വിഷയത്തിൽ എപ്പോഴെപ്പോഴും എടുക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ ലൈനുണ്ട്, ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡുണ്ട്. അതിന് ഞങ്ങൾക്ക് ആരുടെയും ക്ലാസ് ഒന്നും വേണ്ട. ശരി, ഞങ്ങൾ ആരുടെയും ഓലയെ തൂങ്ങിയവന്റെ ചീലയെ തൂങ്ങി നടക്കാൻ ഉദ്ദേശിക്കുന്ന പാർട്ടി അല്ല കോൺഗ്രസ്, മുന്നണിയല്ല UDF. ശരി, പക്ഷെ ഞങ്ങൾ സാഹൂതം കേരളത്തിൽ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വീക്ഷിക്കുകയാണ്, അവസരത്തിനനുസരിച്ച് പെരുമാറും. ഇനി അൻവറിനെ ഒറ്റതിനും ആക്രമിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പറഞ്ഞതായതുകൊണ്ട് തന്നെ അൻവറിന് വേണ്ടി വന്നാൽ സംരക്ഷണം ഒരുക്കേണ്ടി വന്നാൽ ഒരുക്കുമെന്ന് KPC പ്രസിഡന്റ് പറഞ്ഞില്ലേ? അത്തരം ഒരു സാഹചര്യം വന്നാൽ ആലോചിക്കുമെന്ന് പറഞ്ഞില്ലേ? അതിനപ്പുറം ഇപ്പോൾ എന്തിനാ ഞങ്ങൾ എടുത്തിയാടി ആവേശം കാണിക്കുന്നത്? ശരി ശരി ഡോക്ടർ B. ജയരാജൻ, ഈ നിലമ്പൂരിൽ ഒരുപക്ഷെ നാളെ ഈ അൻവറിന് മറുപടിയുമായി CPM ഇതുപോലൊരു സമ്മേളനം നടത്തിയേക്കാം. ഒരുപക്ഷെ അൻവറിനെ കേൾക്കാമെന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ നാളെ പാർട്ടി CPM-ന്റെ ഒരു സമ്മേളനത്തിന് ആളുണ്ടായേക്കാം. പക്ഷേ അൻവർ മുന്നോട്ടാണ്. അൻവർ നാളെ കോഴിക്കോട്ട് സമ്മേളനം നടത്തും, അദ്ദേഹം ഈ പൊതുസമ്മേളനങ്ങൾ നടത്തും, ജനങ്ങളോട് സംസാരിക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു അൻവർ CPM-നെ സംബന്ധിച്ച് ഭീഷണിയാവും. അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ കഴമ്പുള്ളവ അന്വേഷിക്കുമെന്നാണ് ആദ്യം എടുത്ത തീരുമാനം. ആ തീരുമാനം ശരിയായിരുന്നതാനും. പക്ഷെ അൻവറിന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായ രണ്ട് വസ്തുതകൾ നമുക്ക് ആദ്യമേ പരിശോധിക്കേണ്ടി വരും. ഒന്ന്, CPI-യുടെ നേതാവ് പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് കൽക്കട്ടയിൽ നിന്ന് CK ചന്ദ്രപ്പൻ, അതായത് ആർക്കും ഒരു ആരോപണവും ഇല്ലാത്ത അദ്ദേഹം അവസാന കാലത്ത്, അതായത് അദ്ദേഹം ക്യാൻസർ രോഗബാധിതനായിരുന്നു, ആ സമയത്താണ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. അപ്പോൾ DIC-ന്ന് ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ ആഗ്രഹമായ അൻവർ വരുമ്പം അൻവറിനെ ഏറ്റവും കൂടുതൽ എതിർത്ത ഒരാൾ CK ചന്ദ്രപ്പനായിരുന്നു. അപ്പോൾ CK ചന്ദ്രപ്പനെതിരെ ഒരു 25 ലക്ഷം രൂപയുടെ, അന്ന് 25 ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയ തുകയാണ്, 25 ലക്ഷം രൂപയുടെ ഒരു അഴിമതി ആരോപണമാണ് അൻവർ കൊണ്ടുവന്നത്. അതിന്റെ ഭാഗമായിട്ട് CK ചന്ദ്രപ്പൻ എന്താ ചെയ്ത്, കോടതിയിൽ പോയി. ഭാഗ്യമോ ദൗർഭാഗ്യമോ എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും CK ചന്ദ്രപ്പൻ കാലയവനയ്ക്കുള്ളിൽ മറഞ്ഞു. അത് കാരണം ആ കേസന്വേഷണം മുന്നോട്ട് പോയില്ല. അല്ലെങ്കിൽ അൻവർ അതിന് പിഴയെടുക്കേണ്ടി വന്നേനെ. പിന്നെ സമീപകാല രാഷ്ട്രീയ കേരളത്തിൽ കണ്ടിട്ടുള്ള ഈ അധ്വാനവർഗ സിദ്ധാന്തമൊന്നും പിളരും തോറും വളരും എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു ന്യായമാണ് അൻവർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായ ചില വസ്തുതകളാണ്. ഒരേ സമയത്ത് തന്നെ അൻവറിനൊരു സ്റ്റാൻഡില്ല, എവിടെ നിൽക്കണമെന്ന് അൻവറിന് അറിയില്ല. അൻവറിന് ഇടതിലില്ല, വലതിലില്ല, BJPക്കെതിരെ പ്രത്യക്ഷമായിട്ടൊന്നും പറയുന്നില്ല. എന്നാൽ അൻവർ കാടടച്ച് വെടിവെക്കുകയാണ്, വരുന്നവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ആദ്യമേ മറ്റേ SP-ക്കെതിരെ തുടങ്ങി, SP-ക്കെതിരെ അന്വേഷണം ഉത്തരവിട്ടു. അതിനുശേഷം പിന്നീട് റിദാൻ വധക്കേസിന്റെ കാര്യം പറഞ്ഞു, പിന്നെ മാമി വധക്കേസിന്റെ കാര്യം പറഞ്ഞു. റിദാൻ വധക്കേസിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. റിദാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ 15 ഗ്രാം MDMA-യുമായി
പോലീസ് സ്റ്റേഷനിൽ പോയതിന്റെ 3-ാമത്തെ ദിവസമാണ് അവിടെ മലപ്പുറത്ത് അദ്ദേഹത്തിന്റെ വീട്ടിനടുത്ത് പെരുന്നാളിന്റെ അന്നാണ് വെടിവെച്ച് കൊല്ലുന്നത് അദ്ദേഹത്തിന്. അത് ഇവര് ഡ്രഗ് പെഡ്ലേഴ്സ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനോ അല്ലെങ്കിൽ ഗോൾഡ് സ്മഗ്ലിംഗ് ആയിട്ടുള്ള എന്തോ കേസാവും. അത് പോലീസ് വെടിവെച്ച് കൊന്നു എന്നാണ് അതിനകത്തുള്ള ഒരു ആരോപണമായിട്ട് അൻവർ പറയുന്നത്. അതിനകത്തും DGPക്ക് പങ്കുണ്ട്, ADGPക്ക് പങ്കുണ്ടെന്നൊക്കെയാണ് അൻവറിന്റെ ആരോപണം. രണ്ടാമത്തത് മാമിയുടെ കുടുംബത്തിന് തന്നെ മുഖ്യമന്ത്രിയോട് പൂർണ്ണമായ താല്പര്യമാണ്. മുഖ്യമന്ത്രി ഉത്തരവിട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അൻവറിന്റെ പല ആരോപണങ്ങളും അൻവർ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നീരാധന ബുദ്ധി എന്നൊക്കെ പറയത്തില്ലേ, അതുമാതിരി ഉള്ള ഒരു ആരോപണങ്ങളാണ്. പലപ്പോഴും ഫ്ലിംസിയാണ്, ബേസ്ലെസ് ആണ്. പിന്നെ പ്രത്യേകിച്ച് രേഖകളൊന്നും ഇല്ലാതെ പറയുകയാണ്. റിദാൻ ഭാസിൽ വധക്കേസിൽ ഞങ്ങൾ മാധ്യമങ്ങൾ ഈ റിദാൻ ഭാസിലെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അന്വേഷിച്ചിരുന്നു. അത് അങ്ങ് പറയുന്ന പോലെ ഒരു ഡ്രഗ് പെഡ്ലേഴ്സ് തമ്മിലുള്ള കുടിപ്പകയൊന്നും അല്ല അതിന്റെ പിന്നിൽ. ഈ പറയുന്ന റിദാൻ ഭാസിൽ എന്ന് പറയുന്ന യുവാവ് പോലും ഒരു ഘട്ടത്തിലും ഈ മയക്കുമരുന്ന് കേസിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെടുകയോ ചെയ്ത ഒരാളല്ല. അയാളെ കൃത്രിമമായി ആള് മാറിപ്പോയതാണ്. അത് കൃത്രിമമായി കള്ളക്കേസെടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിൽ പോലും ആള് മാറിപ്പോയാണ് അതിൽ ഈ റിദാൻ ഭാസിൽ പെടുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് ടെസ്റ്റിമോണി ഉണ്ട്. അതങ്ങനെ ചെയ്ത് പോലീസുകാർ സമീപിച്ച ആളുകൾ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അത് വളരെ ദുരൂഹമായൊരു കൊലപാതകമാണ്. അല്ലാണ്ട് ഇത് മയക്കുമരുന്ന് കള്ളക്കടത്തുകാർ തമ്മിലുള്ള കുടിപ്പകയൊന്നും അല്ലാതെ. അതെന്തായാലും അതിന്റെ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് വെളിവരട്ടെ. നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രഡിക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ താമിർ ജഫ്രിയുടെ മരണം, ഇതൊക്കെ ഇത്തരത്തിലുള്ള മരണങ്ങളൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. യുവാക്കളുടെ ഇടയിൽ വളരെയധികം മയക്കുമരുന്ന് ഈയിടെയായിട്ട് കൂടുതലായിട്ടുണ്ട്. അതെല്ലാം മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, എല്ലാ ജില്ലകളിലും ഉണ്ട്. കൊല്ലം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഏറിയും കുറഞ്ഞൊക്കെ എല്ലാ സ്ഥലത്തും ഇതിന്റെ ഒരു സ്കൂൾ കുട്ടികൾ വരെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണെന്ന് മാധ്യമപ്രവർത്തകനായ അജിംസിന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. അപ്പൊ അതിന്റെ കാര്യം നമ്മൾ അവിടെ നിൽക്കട്ടെ. അത് പെഡ്ലിംഗ് ആണോ ഉപയോഗിച്ചതാണോ, ഇനിയിപ്പോ അവർ തമ്മിലുള്ള എന്തായാലും കൊല്ലപ്പെട്ടു. അത് 3 വെടിയുണ്ടകളേറ്റാണ് മരിച്ചത്. അത് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ വെടിയുണ്ടകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള തോക്കിൽ നിന്നാണ് എടുത്തത്, അത് പോലീസിന്റെ ആയുധത്തിൽ നിന്നാണോ എന്നൊക്കെയുള്ള ഫോറൻസിക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനകത്തൊന്നും ആർക്കും കൃത്രിമത്വം ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. കൃത്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണല്ലോ അതിന്റെ എല്ലാം പേരിൽ നടക്കുന്നത്. ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പുറത്തു വരട്ടെ, പ്രതികൾ പിടിക്കട്ടെ, അതിനുശേഷം അതിനൊരു സാവകാശം കൊടുക്കുക. അല്ലാതെ നമുക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ സാവകാശത്തെ കുറിച്ച് അൻവർ വിശദീകരിക്കുന്നുണ്ട്. ഇന്നലെ ഇന്നുമായി അൻവർ വിശദീകരിക്കുന്ന ജയരാജൻ, ഈ നിദാൻ ഫാസിലെ കൊലപാതകത്തിൽ ഏറ്റവും നിർണായകമാവുന്നത് അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന 2 ഫോണുകളാണ്. ആ ഫോണുകളെ കുറിച്ച് അൻവർ ആരോപണം ഉന്നയിച്ച് ഇപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷൻ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ആ ഫോണുകളെ കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ വളരെ നിർണായകമായ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ചതിന് ശേഷം കോടതിയിൽ പോയിരിക്കുകയാണ് പോലീസ്. അതെന്തിനാണ്? അതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് ആ ഫോണിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത്? എങ്ങനെയാണ് അങ്ങനെ ഒരു ആരോപണം കൊണ്ടുവന്നപ്പോൾ, അങ്ങനെ ഒരു വിവരം കിട്ടിയപ്പോൾ നമ്മളിപ്പോൾ ഏത് പഴുത് ഇപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഒരു മൊഴി നമ്മൾ രേഖപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ പോലീസിനൊരു കത്തെഴുതിയാൽ, അത്തരം ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും തുമ്പുണ്ടാക്കാനുള്ള അന്വേഷണം നടത്തുക സ്വാഭാവികമാണ്. അത് ആർക്കാണെങ്കിലും, ഏത് പൗരനും. അൻവർ ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ആര് ചെയ്താലും അവർ അന്വേഷിക്കും. ഒരൊറ്റ സാധനം പോലും അവർ വെറുതെ കളയത്തില്ല. കാര്യം പഴുതടച്ചുള്ള അന്വേഷണമാണ് ഇത്തരം കൊലപാതക കേസുകൾ, പ്രത്യേകിച്ച് കേരള പോലീസ്. ഇങ്ങനെയുള്ള വെടിവെച്ച് കൊലകളൊക്കെ വളരെ കുറവാണല്ലോ, റെയറസ്റ്റ് ഓഫ് ദ റെയർ ആണ് കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അത്തരത്തിൽ സൂക്ഷ്മതയോടും കൂടി, അത്തരത്തിൽ ഗൗരവത്തോടും കൂടിയാണ് അങ്ങനെ നമുക്ക് തള്ളിക്കളയാവുന്ന ഒരു സംഭവമല്ലെന്നേ. കാരണം ഈ കേസിൽ, ഈ നിദാൻ ഫാസിൽ കേസിൽ പ്രതി അറസ്റ്റിലായതാണ്. അയാൾ കൊന്നതാണെന്ന് അയാളുടെ കുറ്റസമ്മത മൊഴി ഉൾപ്പെടെ കോടതി കൊടുത്തതാണ്. അവിടെയാണ് അൻവർ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അയാളല്ല അത് ചെയ്തത്. അയാളെ ഒന്നുകിൽ അത് മറ്റ് ഗൂഢാലോചനയുണ്ട്, ചെയ്യിപ്പിച്ചതാണെന്ന് ആരോപണം വരുന്നു. അത് മാത്രമല്ല, ഈ ഫോണാണ് ഇതിലെ ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവ് എന്നും അദ്ദേഹം ആരോപിച്ചതിന് ശേഷമാണ് പോലീസിന് ഇപ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വരുന്നത്. അത് എപ്പോഴാണ്? അത് കൊല്ലിച്ചതാണ് എന്ന ആരോപണം ഉയർന്നതിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിന് ശേഷമാണ് പോലീസ് ഇപ്പോൾ കോടതിയിൽ മൂവ് ചെയ്യുന്നത്. അതെന്തിനാണ്? അങ്ങനെയാണെങ്കിൽ പോലീസ് അന്വേഷണത്തിൽ, ആദ്യത്തെ പോലീസ് അന്വേഷണത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിരുന്നിരിക്കണം. അതിനകത്ത് പഴുതടയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കോടതിയിൽ ഈ പ്രതിയെ കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് കുറ്റപത്രം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വെറുതെ വിടുമല്ലോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് സർക്കാരിന്റെ വീഴ്ചയായിട്ട് മാറത്തില്ലേ? ഒരു കുറ്റവാളി ഇവിടെ രക്ഷപ്പെടത്തില്ലേ? അപ്പോൾ അതിന്
പഴുതടച്ച അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടായിരിക്കാം പോലീസ് അങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ ആ നമുക്ക് പഴുതടച്ച അനുമാനിക്കാൻ പറ്റും. അന്വേഷണം അതല്ലാതെ നടത്തുമ്പോൾ പോലും പ്രത്യേകിച്ച് ആരും അങ്ങനെ ഡോക്ടർ ജയരാജൻ പഴുതടച്ച അന്വേഷണം നടത്തുന്നെന്ന് അവകാശപ്പെടുമ്പോൾ പോലും ഇതിൽ ആരോപണ വിധേയനായ ആൾ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി അവർ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളുകളാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്. ഇപ്പൊ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ, ഇപ്പൊ മേളിലുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ളതല്ല വിഷയം. ഒരു പോലീസ് സ്റ്റേഷൻ പരിധി വരുന്നുണ്ട്, അത് SI ആണ് അന്വേഷിക്കുന്നത്. അത് SI അന്വേഷിച്ചു കഴിഞ്ഞാൽ പോലീസുകാരാണ് അന്വേഷിക്കുന്നത്, തെളിവുണ്ടാക്കുന്നത്. CIക്കാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ ഉന്നത ഉദ്യോഗസ്ഥരായിരിക്കും. പക്ഷെ കൃത്യമായ തെളിവുകൾ കൊടുത്ത് അൻവർ അവിടെ സംസാരിച്ച് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം എന്തോ പറയുന്നുണ്ട്, ഒന്ന് കേട്ടിട്ട് പറയാം. വളരെ പെട്ടെന്ന് മടങ്ങി വരാം. ഒരു 15 ദിവസം കൊണ്ട് ജനങ്ങൾക്കിടെ അഭിപ്രായം കൂടി തേടി ജനങ്ങൾ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു തീരുമാനം. കോൺഗ്രസിന്റെ കൂടെ കൂടണോ, ലീഗിന്റെ കൂടെ കൂടണോ, BJPന്റെ കൂടെ കൂടണോ, അല്ല വിനേത പാർട്ടി ഇതേതായാലും പുറത്താക്കി അങ്ങോട്ട് പോകാൻ പറ്റില്ല, അപ്പൊ ഇതിലേലും കൂടണോ, അതല്ല നമുക്കിങ്ങനെ ജനമായിട്ട് നിൽക്കണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. നിങ്ങളോട് ചോദിക്കാതെ ഒരു തീരുമാനം ഞാൻ എടുക്കില്ല. കൃത്യമായ സർവേ നടത്തും. പണ്ടത്തെ പോലെയല്ലല്ലോ ഫോണിലൊരു കുത്തുത്തിയാൽ സാധനങ്ങൾക്ക് എസ്ഓർണോ പറയാം. ആ ഒരു സംവിധാനം ഉണ്ടാക്കും 10 15 ഒരു മാസമോ കഴിഞ്ഞിട്ട്. എന്നിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ എന്തായാലും ജോഷി മാഷ് ഇവിടെ ഉണ്ടോ? നന്ദി പറയാൻ ജോഷി മാഷ് ഇവിടെ വരാൻ പറഞ്ഞു. ഇവിടെ ഉണ്ടോ മാഷെ? ചുങ്കത്തറ ജോഷി. അപ്പൊ ഇനി നന്ദിയും കൂടി ഞാൻ പറയാണ്. മാഷ കാണുന്നില്ല, ഞാൻ സാധു തിരക്കിൽ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പൊ എന്താ അറിയോ, സുഖു ഞാൻ മാപ്പിള, സുഖ ഹിന്ദു, പിന്നെ ആരാ ഒരു ക്രിസ്ത്യാനിയായ ജോഷി. ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് നമ്മളെ കൺസെപ്റ്റ്. ഈ 3 മനസ്സിലായോ? പിന്നെ സകലമാന മനുഷ്യരും. അപ്പോൾ വളരെ ദൂരത്തുനിന്ന് പണിപ്പെട്ട് കഷ്ടപ്പെട്ട് വന്നവരുണ്ട്. ഇവിടെ പരിസര പ്രദേശത്തുള്ളവരുണ്ട്. പത്രമാധ്യമ പ്രവർത്തകരുണ്ട്. രാവിലെ മുതൽ എൻ്റെ പിന്നാലെ നടന്ന് വിയർത്ത് പട്ടിണി കിടന്ന് ചായ കുടിക്കാതെയൊക്കെ. എനിക്കിപ്പോൾ നിങ്ങളോട് കുറച്ച് സ്നേഹം ഉണ്ട്, സത്യം പറയല്ലോ. പോരാട്ടം അവിടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോരാടാം. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന ഒരു തൃപ്തിയുണ്ട്. എന്നാലും ചില രാത്രി ചർച്ചകളിലൊക്കെ ചിലരൊക്കെ മുടിയുള്ളവരും മുടിയില്ലാത്തവരൊക്കെ ഇങ്ങനെ മനസ്സിലായില്ലേ? അതൊക്കെ നമുക്ക് നോക്കാം. നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പം എല്ലാവർക്കും നന്ദി. ലാൽ സലാം. അസ്സലാം അലൈക്കും. ഓം ശാന്തി, ഓം ശാന്തി. ആകാശത്തിരിക്കുന്ന കർത്താവായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അൻവർ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം പുതുതായിട്ടൊന്നും പറയുന്നില്ല. പാർട്ടി രൂപീകരിക്കണോ വേണ്ടോ എന്നൊക്കെയാണ് പറയുന്നത്. ഡോക്ടർ വിജയരാജൻ, ഇവിടെ പ്രശ്നം അൻവർ ഉയർത്തിവിട്ട ചോദ്യങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ADGP ആ സ്ഥാനത്തിരിക്കുകയാണ്. ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പോലും പറയുന്നു, ഒരു നിമിഷം പോലും അയാൾ ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്ന് CPI പറഞ്ഞതിന് ന്യായം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അത് LDF കമ്മിറ്റിയിൽ അന്വേഷിക്കും. അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കും. എന്തായാലും ഒരു ജനാധിപത്യ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയും സംഘടനയൊക്കെ തന്നെയാണല്ലോ. ഇതൊന്നും സ്വേച്ഛാധിപത്യ സംഘടനയും കാര്യങ്ങളൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന കണക്കോലെ കെട്ടിയിറക്കിയ നേതാക്കന്മാരും നോമിനേറ്റഡ് പ്രതിനിധികളുള്ള പാർട്ടിയൊന്നും അല്ലല്ലോ. പാർട്ടി സമ്മേളനങ്ങൾ കൂടിയാണ് പാർട്ടി നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. അതിപ്പോ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമ്മേളനങ്ങൾ ഇത്തരം വിഷയങ്ങളിലെല്ലാം ചർച്ച വരും. അതുതന്നെയാണ് അൻവറിന്റെ ഉദ്ദേശവും. അത് തന്നെയായിരുന്നു. പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് പൊതുമണ്ഡലത്തിൽ ചർച്ചയായി വരണം, പാർട്ടി സമ്മേളനങ്ങൾ ചർച്ചയായി വരണം, ഇതെല്ലാവരും ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെന്നേ. സത്യമായിട്ടുള്ള കാര്യം പുറത്തു വരട്ടെ. അതിനകത്തൊന്നും ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. LDF യോഗത്തിൽ അതിനെക്കുറിച്ച് തീരുമാനം എടുക്കട്ടെ. അല്ലാതെ ഒരു പാർട്ടി വലുതാണ്, വേറൊരു പാർട്ടി ചെറുതാണ്, അതുകൊണ്ട് ആ പാർട്ടിയുടെ കാര്യം അംഗീകരിക്കത്തില്ല എന്നൊക്കെ പറയുന്ന ഡിക്റ്റേറ്റർഷിപ്പ് ആയിപ്പോയില്ലേ. നമ്മളെപ്പോഴും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നവരല്ലേ, അല്ലാതെ കെട്ടിയിറക്കിയ നേതാക്കന്മാരെ തലയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്നവരൊന്നും അല്ലല്ലോ. കൃത്യമായിട്ട് തെരഞ്ഞെടുത്ത നേതാക്കന്മാർ തന്നെയാണ് LDFിലുള്ളത്. അല്ലാതെ വരുന്നവരാരുമില്ല, നോമിനേറ്റഡ് മെമ്പേഴ്സ് ആരുമില്ല. കൃത്യമായി സമ്മേളനങ്ങൾ നടത്തുകയും മത്സരങ്ങൾ വേണമെങ്കിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും അതിലൂടെ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളുള്ളൊരു പ്രസ്ഥാനം തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് പല ആളുകളും പല അവസരങ്ങളിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ടാവും. ചിലർക്ക് ഉദ്ദേശങ്ങളൊന്നും ഇല്ലാതായിരിക്കാം, ചിലർക്ക് മടുപ്പുണ്ടാവും, അങ്ങനെ പോയിട്ടുള്ളവരുണ്ടാവും. ചിലർക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരാളും ജനങ്ങളുടെ ഇടയിൽ നിന്ന് വരാത്ത ഒരാളും തമ്മിലുള്ളൊരു വ്യത്യാസം ഇതിനകത്ത് വളരെയായിട്ടുണ്ട്. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അത് അനുഭവ സമ്പത്ത് കൂടിയേ തീരൂ. ശരിയാണ്, അൻവർ ആസ് എ ഫിലാന്ത്രോപ്പിസ്റ്റ് ഈസ് എ വെരി ഗുഡ് മാൻ.
അതിനകത്ത് ആർക്കും ഒരു എതിരഭിപ്രായമില്ല. മലപ്പുറത്തുള്ള എല്ലാ ആളുകൾക്കും ആ ഒരു കാര്യത്തിൽ PV അൻവറിന് എല്ലാവർക്കും വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പ്രവർത്തിച്ച പാർട്ടി, അതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു എതിരഭിപ്രായമുള്ള കൂട്ടത്തിലല്ല. പക്ഷെ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ അതിനകത്ത് കൃത്യമായ രേഖകളോടുകൂടി, കൃത്യമായ പോയിന്റോടുകൂടി ആരൊക്കെയാണ് ഇത് പറയുന്നത്, അത് പിന്നെ പ്രതിപക്ഷ നേതാവ് 150 കോടി ഇതിനകത്ത് കൊണ്ടുവരിക, ഇത് കണ്ടെയ്നറിനകത്ത് കൊണ്ടുവന്നിട്ട് എന്നൊക്കെ നിയമസഭയിൽ പ്രസ്താവന നടത്തുക. അതിനുശേഷം പിന്നീട് ഇപ്പം ADGPക്കെതിരെയായി, ADGP ഏതോ ബുർജ് ഖലീഫ ഉണ്ടാക്കുന്നെന്നും എവിടെയാണ് കാവടിയാറ് 10 സെന്റ് സ്ഥലത്തിനകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ മൾട്ടിമില്യൺ അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അയാളുടെ സ്വത്ത് വിവരങ്ങൾ പരിശോധിക്കണമെന്നും അയാളുടെ അമ്മായിയപ്പൻ അയാളുടെ മകൾക്ക് കൊടുത്ത സ്ഥലത്താണ് അയാൾ വീട് വയ്ക്കുന്നത്, ഈ 10 സെന്റ് സ്ഥലം എന്ന് പറയുന്നത്. അവിടുത്തെ ആകപ്പാട് അയാൾ ക്രമവിരുദ്ധമായി ചെയ്തൊരു കാര്യം, അത് പൈതൃക ഭൂമി ആയതിനാൽ അവിടെ കെട്ടിടം ഉണ്ടാക്കാൻ പാടില്ല. പക്ഷെ നേരത്തെ അവിടെ കെട്ടിടം വെച്ചിട്ടുണ്ട് ഒരാൾ, കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. ആ ഒരു ബേസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, ആ ഒരു ഗ്രൗണ്ടിൽ പോയതുകൊണ്ടാണ് അങ്ങേർക്ക് അവിടെ പെർമിഷൻ കിട്ടിയത്. അതും 2 നിലയിൽ കൂടുതൽ അവിടെ ഉണ്ടാക്കാൻ പാടില്ല. ഫ്ളാറ്റ് സമുച്ചയമൊന്നുമല്ല ഉണ്ടാക്കുന്നത്. 1.25 കോടി രൂപ അയാൾ കടമെടുത്തിട്ടുണ്ട്. ഞാൻ ADGPയുടെ വക്താവൊന്നുമല്ല. നമ്മളൊരു കാര്യം പറയുമ്പം ആ കാര്യത്തിന്റെ വസ്തുതയുണ്ടോ എന്ന് തിരക്കണം. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നതാണ്, കുറെ വർഷങ്ങളായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നതാണ്. ഞാൻ എല്ലാ ദിവസവും അതിന്റെ മുമ്പിൽ കൂടെ നടന്നു പോകുന്നതാണ്. ഈ പറയുന്ന മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെ ഉള്ളി ഒളിച്ചതുപോലെ ഉള്ളൂന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാളെന്നുള്ള രീതി പറയാണ്. അതുപോലെയാണ് നമ്മൾ ഓരോ ആരോപണങ്ങളെ 36 ലക്ഷം രൂപ ക്യാഷായി കൊടുത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങുക, 64 ലക്ഷത്തിന് അത് വിൽക്കുക, അതും ക്യാഷായി കൊടുത്ത്. ഈ ബൈ ക്യാഷ് എങ്ങനെയാണ് 36 ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങാൻ കഴിയുക? ആ ഡോക്യുമെന്റ് സഹിതമാണ് അദ്ദേഹം പരാതി കൊടുത്തത്. ആ ഡോക്യുമെന്റ് സഹിതം പരാതി കൊടുത്തിട്ട് ഈ ADGP അവിടെ തന്നെയാണ്. വിജിലൻസിന്റെ അന്വേഷണത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തുകയാണ് അതേക്കുറിച്ച് 6 മാസം സമയം കൊടുത്ത്. ഇതൊക്കെയാണ് അൻവറിനെ മടുപ്പിക്കുന്നത്. സമയം വേണ്ടേ അന്വേഷണം നടത്താൻ? ഇപ്പൊ നമ്മള് ഈ കേന്ദ്ര പൂളിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തും, പ്രത്യേകിച്ച് IAS IPS ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ശ്രീറാം വെങ്കിട്ടരാമന്റെ കേസ് എന്തായെന്ന്. ശ്രീറാം വെങ്കിട്ടരാമൻ കഴിഞ്ഞ ഒരു 5-6 ദിവസമായി ഡോക്ടർ ബി ജയരാജൻ ഈ CPMന്റെ തന്നെ പ്രതിനിധികളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ഉദ്യോഗസ്ഥൻ, ഒരു IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഏത് സീറ്റിലാണോ ഇരിക്കുന്നത്, ആ സീറ്റിലിരിക്കുമ്പോൾ നേരിട്ടൊരു അഴിമതി ആരോപണത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം ആ സീറ്റിൽ തുടർന്ന ഏതെങ്കിലും ഒരു ഉദാഹരണം കാണിക്കാമെന്ന് വെച്ചാൽ ആരും മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ ചരിത്രത്തിൽ അപൂർവമായി ആ ഒരു ഉദാഹരണം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, അങ്ങനെ ചിലപ്പോൾ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ടൈൻറ്റഡ് അല്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കുമല്ലോ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ആരോപണങ്ങൾ ഇവിടെ വന്നു? സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾ, സ്വർണ്ണക്കടത്ത്, ബിരിയാണി ചമ്പ്, അത് തന്നെയാണ് അൻവറും പറയുന്നത്. അജിത് കുമാറിന്റെ പൂർണ്ണ വിശ്വാസമാണ് സർക്കാർ, മുഖ്യമന്ത്രിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അങ്ങനെ പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? അത് തന്നെ പറഞ്ഞു. ഇദ്ദേഹം ഡോക്യുമെന്റ് സഹിതമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ 36 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് വാങ്ങി ബൈ ക്യാഷ് ഫ്ലാറ്റ് വിറ്റ സംഭവം ഡോക്യുമെന്റ് സഹിതമാണ്. ആ ഡോക്യുമെന്റ് ആർക്കും അവൈലബിൾ ആണ്. അതാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കൊടുത്തത്. എന്നിട്ട് 6 മാസം സമയം കൊടുത്ത് പ്രാഥമിക അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുകയാണ്. ഇവിടെ പൊതുജനം ഒരു കാര്യം മനസ്സിലാക്കും. നിങ്ങൾ ജനാധിപത്യ മുന്നണിയാണ്, ജനാധിപത്യ പാർട്ടിയാണെന്നൊക്കെ പറയുമ്പോഴും ഇതിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിനെ കുറിച്ചായിരുന്നു എൻ്റെ ചോദ്യം. ഞാൻ മടങ്ങി വരാം വളരെ പെട്ടെന്ന് ഇടപെടാം. ശ്രീ ഹനീഫ, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട് കേരളത്തിൽ പലയിടത്തും കറണ്ട് പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ കറണ്ടില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രോഗികൾ. ഈ ടെലിവിഷൻ കാണരുത് എന്ന് സർക്കാർ തീരുമാനിച്ച പോലെ ഒരു ഗൂഢാലോചന ഉണ്ടെന്നൊക്കെയാണ് ആളുടെ ആരോപണം. അതായത് അൻവർ ഈ പറയുന്ന കാര്യങ്ങൾ CPM അത്ര ഭയക്കേണ്ടതുണ്ടോ? ഈ മലപ്പുറത്ത് അപ്പുറം, നിലമ്പൂരിനപ്പുറം അല്ലെങ്കിൽ മലപ്പുറത്തിനപ്പുറം അൻവറിന്റെ ആരോപണങ്ങൾ പാർട്ടി പ്രവർത്തകർക്ക് സ്വാധീനിക്കുന്ന CPM കരുതുന്നുണ്ടാവും? തീർച്ചയായും. അത് നമുക്ക് ഇപ്പോൾ ഇന്ന് മാത്രമല്ല, ഇപ്പോൾ കറണ്ട് പോകുന്ന അനുഭവങ്ങൾ ഇത് ആദ്യമല്ലല്ലോ. TP ചന്ദ്രശേഖരൻ്റെ വധം ഉണ്ടായപ്പോൾ അവിടെ കറണ്ട് പോയിട്ടുണ്ട്, അവിടെ ടെലിവിഷൻ പിന്നെ ചാനലുകളൊക്കെ കേബിളൊക്കെ കട്ടായിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ല. അത് പാർട്ടിക്ക് പിന്നെ അതിൻ്റെ ആശയങ്ങൾ പുറത്തേക്ക്, അല്ലെങ്കിൽ ഇരുമ്പ് മറകൾ, പുതിയ കാലത്ത് ഇരുമ്പ് മറകൾ സൃഷ്ടിക്കാൻ പുതിയ തന്ത്രങ്ങളൊക്കെ ഉണ്ടാവും.
ഒരു പക്ഷേ അങ്ങനെയാവാം. നമ്മളത് ഇപ്പോൾ ഒരു ഉറപ്പില്ലാത്ത കാര്യത്തിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതോ അങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നതോ ശരിയാണെന്ന് തോന്നുന്നില്ല. പക്ഷേ അത്തരം സൂചനകൾ, അത്തരം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലാകെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേരളത്തിലൊട്ടാകെ മാത്രമല്ല, CPM-നകത്ത് തന്നെ അദ്ദേഹത്തിന് ആ തുടക്കത്തിൽ അൻവറിൻ്റെ ഫേസ്ബുക്ക്, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തെ തുടക്കം മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ പാർട്ടിക്കകത്ത് നിന്ന് തന്നെയാണ്. അത് അവർ പാർട്ടി മെമ്പർമാരാണോ, പിന്നെ കേഡർമാരാണോ, അല്ലെങ്കിൽ അതിൻ്റെ അനുഭാവികൾ മാത്രമാണോ, അനുയായികൾ മാത്രമാണോ എന്ന് നോക്കും നമുക്കിപ്പോൾ വ്യക്തമായി പറയാൻ കഴിയില്ല. എന്നാൽ പോലും വളരെയധികം പാർട്ടിയുടെ സജീവ പ്രവർത്തകർ, പാർട്ടി പിന്നെ എന്താ പറയുക, അവരുടെ പ്രൊഫൈൽ ചിത്രങ്ങൾ നോക്കിയാൽ അറിയാം, പാർട്ടിയെ നെഞ്ചോട് ചേർത്ത ധാരാളം ആളുകൾ, അത് മത ജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി അൻവറിനെ പിന്തുണയ്ക്കുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിൽ തന്നെ ചില ആളുകൾക്കിടയിൽ ഇപ്പോൾ പാർട്ടി ഒരു നിലപാടെടുക്കുമ്പോൾ അതിൽ മാറ്റം വരുന്നതും നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായി ഇത് പാർട്ടിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. പുതിയ കാലത്ത് രാഷ്ട്രീയം എന്നത് ഈ കക്ഷി രാഷ്ട്രീയത്തിനെ മറികടന്ന് പോയിട്ടുണ്ട്. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കക്ഷി രാഷ്ട്രീയത്തിനകത്ത് നിന്ന് മാത്രം രാഷ്ട്രീയം സംസാരിക്കുക എന്ന പരമ്പരാഗത രീതി കേരളത്തിൽ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവജനങ്ങൾ, പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ, അവർക്ക് സ്വന്തം രാഷ്ട്രീയ നിലപാടുകളുണ്ട്. രാഷ്ട്രീയ കക്ഷികളുടെ അതിരുകൾ ഭേദിക്കുന്ന തരത്തിൽ സ്വതന്ത്രമായ നിലപാടുകളുണ്ട്. ഇപ്പോൾ അവിടെ വന്നു ചേർന്ന ആളുകൾ മുഴുവൻ CPM-കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ലീഗുകാരോ അങ്ങനെ മാത്രം ആയിക്കൊള്ളണമെന്നില്ല. അതൊന്നും അല്ലാത്ത യാതൊരുവിധ രാഷ്ട്രീയ കക്ഷി. മുഹമ്മദ് അനീഫ്, എനിക്കൊരു സംശയം. ഇപ്പോൾ അൻവർ ഈ പോലീസ് RSS ബന്ധം, അതിന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വന്ന പിന്തുണ, ഇതേക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോൾ അതിന് പിന്തുണക്കാരുണ്ട്. പക്ഷെ അദ്ദേഹം ഈ പാർട്ടിയിൽ പുറത്തായതിനു ശേഷം അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എൻ്റെ പേര് അൻവർ ആയതുകൊണ്ട് ഞാൻ വേട്ടയാടപ്പെടുന്നു. മറ്റൊന്ന്, എന്നെ നിസ്കരിക്കാൻ സമ്മതിച്ചില്ല, ഞാൻ 5 നേരം നമസ്കരിക്കുന്ന ആളായതുകൊണ്ട് മലപ്പുറം ജില്ലാ സെക്രട്ടറിക്ക് എന്നോട് വിരോധമാണ്. അത്തരം കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഈ അൻവറിനെ ചാപ്പുകുത്തി സൈഡാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അത്തരം ആരോപണങ്ങൾ. ശരിയല്ലേ? തീർച്ചയായും അത് പലതും അപക്വമായ പ്രസ്താവനകൾ അദ്ദേഹം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് പക്ഷേ പിന്നെ ഇപ്പോൾ അൻവറിൻ്റെ പേര് മാത്രം മതി. നമ്മൾ കേരളത്തിൽ ധാരാളം സംഭവങ്ങൾ നമ്മളങ്ങനെ കാണുന്നുണ്ട്. പേരിൻ്റെ പേരിൽ മാത്രം പലപ്പോഴും ചാപ്പ കുത്തപ്പെടുന്നതുണ്ട്. അതിനെ മുൻകൂർ ഏറ്റെടുക്കാനുള്ളൊരു ശ്രമം, അല്ലെങ്കിൽ അതൊരു അപക്വമായ നീക്കം എന്ന തന്നെയാണ്. പാർട്ടിയിൽ ധാരാളം ആളുകൾ നിസ്കരിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് KT ജലീലൊക്കെ പരസ്യമായി ജാഥയോടൊപ്പം നടന്ന് നിസ്കരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം എന്നുള്ളതിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ എങ്ങനെയാണ് അതിനെ എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത് ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്നുള്ള നിലയിൽ നമ്മുടെ മുമ്പിലില്ല. നമ്മളൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. അപ്പോൾ അദ്ദേഹം ഉണ്ട് എന്ന് പറയാനോ ഇല്ല എന്ന് പറയാനോ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് പറയേണ്ട ഒരു ഘട്ടമല്ല, അല്ലെങ്കിൽ അതൊരു അപക്വമായ ഒരു നിലപാട് എന്ന നിലയിൽ തീർച്ചയായും നമുക്ക് കാണാൻ കഴിയും. അതേസമയം അദ്ദേഹം പറയുന്നതിനെ അദ്ദേഹത്തിൻ്റെ ഭൂതകാല രാഷ്ട്രീയത്തിൻ്റെ ജാതകം പരിശോധിച്ചുകൊണ്ട് വിലയിരുത്തുക എന്നുള്ളത് നിലപാട് ശരിയല്ല. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പുതിയ കാര്യങ്ങളെ അല്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇവിടെ പുതിയ കാര്യങ്ങളെ അല്ല. RSS CPM ബാന്ധവം എന്നത് പുതിയ കാര്യമേ അല്ല. അത് ചരിത്രത്തിലുടനീളം ഇവിടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗും കോൺഗ്രസും അതിനെതിരെ ഉയർത്തിയിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും VP സിംഗ് ഗവൺമെൻറ്റിനെതിരെ പോലും അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ VP സിംഗ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തൊക്കെ മാറ്റി നിർത്തിയാലും അതിൽ RSS CPM ബന്ധത്തിൻ്റെ പിന്നെ സൈദ്ധാന്തികമായ ചർച്ചകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ള നാടാണിത്. അതിനുശേഷം പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാർ വന്നതിന് ശേഷം വളരെ ശക്തമായ പ്രചരണം കേരളത്തിൽ നടക്കുന്നുണ്ട്. പല വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മീഡിയ പറയുന്നുണ്ട്, സ്വതന്ത്രരായ വ്യക്തികൾ പറയുന്നുണ്ട്, അനിരാജയെ പോലെയുള്ള ആളുകൾ പിന്നെ പറയുന്നുണ്ട്. അങ്ങനെ പലരും പറയുന്നുണ്ട്. ആ പറയുന്നതിൻ്റെ കുറേ തെളിവുകളും കുറേ അനുഭവങ്ങളുമാണ് അൻവർ പറയുന്നത്. അതിനെ ഒട്ടാകെ തള്ളിക്കളയാൻ അല്ലെങ്കിൽ ഒട്ടാകെ എടുക്കണം എന്ന നിലയിലല്ല. അൻവർ ഒരു പാർട്ടിയിലുള്ള ഒരു വ്യക്തി മാത്രമാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം ഇതുപോലെ ഇപ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന പോലെ അപക്വമായ രാഷ്ട്രീയ നിലപാടുകൾ പല ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ പിന്നെ കേരളം ബഹുമാനിക്കുന്ന CK ചന്ദ്രപ്പൻ സാറിനെ പോലെയുള്ള ഒരാൾക്കെതിരെ കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്നത് എനിക്കതറിയില്ല. ഉണ്ടെങ്കിൽ അത് അപക്വമായ നിലപാടുകളാണ്. പക്ഷേ അതിനുശേഷമാണ് CPM-ഉം ഈ CPI-യും അദ്ദേഹത്തെ ഏറ്റെടുത്തത്. അപ്പോൾ ആ കാര്യങ്ങൾ റദ്ദായിപ്പോയി. അതിപ്പോൾ പറയേണ്ടതേ അല്ല. അതിനുശേഷം ഇപ്പോൾ ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, ഇപ്പോൾ എന്ത് പറയുന്നു. രാഷ്ട്രീയം അങ്ങനെയാണ്. നമ്മുടെ മുമ്പിലുള്ള മുഹൂർത്ത രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ എന്ത്, അതിൻ്റെ ശരി തെറ്റെന്ത്, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പകരം അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല രാഷ്ട്രീയത്തിൻ്റെ ജാതകം പരിശോധിച്ചുകൊണ്ടൊരു നിലപാട് സ്വീകരിക്കുക എന്നത് ഏത് കാര്യത്തിലാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ മഞ്ഞളാംകുഴി അലീസിൻ്റെ ഉദാഹരണം പറയാം. അദ്ദേഹം ഇതേ പാറ്റേണിലല്ലേ കാര്യങ്ങൾ പറഞ്ഞു വന്നത്.
പാർട്ടിക്കെതിരെ പറഞ്ഞു. അദ്ദേഹം അച്യുതാനന്ദനെ തള്ളിപ്പറയാതെയാണ് CPM-നെതിരെ പറഞ്ഞത്. എന്നിട്ട് മങ്കടയിൽ അദ്ദേഹം പൊതുയോഗം വിളിച്ചുകൂട്ടി അവിടുന്ന് ആരെ കൂടെ നിൽക്കണം എന്നുള്ള തീരുമാനം എടുത്തു. അതിനുശേഷം അദ്ദേഹം അനുയായികളെ വിളിച്ചുകൂട്ടി അവിടുന്ന് വോട്ടെടുപ്പ് നടത്തി ഏത് പാർട്ടിയിൽ പോകണം എന്നുള്ളത്. കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാതെയാണ് അദ്ദേഹം ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു പോയിട്ട് ഒരു പാർട്ടി മുസ്ലിം ലീഗിൽ അദ്ദേഹം ചേരുന്നത്. അത് അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഭൂരിപക്ഷം തീരുമാനിച്ച് അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം പ്രക്രിയകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അന്ന് പിന്നെ മഞ്ഞളാംകുഴി അലിയുടെ പൂർവ്വകാല ചരിത്രം നമ്മുടെ പ്രതിപക്ഷമോ ഭരണപക്ഷമോ ആരും പരിശോധിച്ചിട്ടില്ല. അദ്ദേഹം പണ്ടെന്തായിരുന്നു എന്ന് ആരും പരിശോധിച്ചില്ല. നമ്മുടെ മുമ്പിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം എന്ന നിലയിൽ ഇവിടെ നിലവിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഒരു കാര്യത്തിലും പുതുമയല്ല. ചില തെളിവുകളാണ് അദ്ദേഹം പറയുന്നത്. RSS പിന്നെ CPM ബന്ധമുണ്ട് എന്നുള്ളത് ഒരു ആഖ്യാനം ഇവിടെ നിലവിലുണ്ട്. രാഷ്ട്രീയമായ വിമർശനം ഇവിടെ നിലവിലുണ്ട്. അതിനൊരു തെളിവാണ് അദ്ദേഹം പറയുന്നത് ADGP RSS നേതാക്കളെ പോയി കണ്ടു. അത് ഈ ADGP തന്നെ ഫോൺ കോളിലൂടെ സ്ഥിരീകരിച്ചു. അതിൻ്റെ പേരിലുള്ള കേസാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതിൽ ആർക്കാണ് സംശയമുള്ളത്? അതുപോലെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളിൽ ആർക്കാണ് സംശയമുള്ളത്? യാതൊരുവിധ സംശയവും നിലനിൽക്കാത്ത കാര്യത്തിൽ അന്വേഷണം വേണം. അന്വേഷണം വന്നാൽ മാത്രമേ നമ്മൾ അദ്ദേഹത്തെ മാറ്റി നിർത്തൂ എന്നുള്ള നിലപാട് CPM-നില്ല. CPM അങ്ങനെ നിലപാട് എപ്പോഴാണ് സ്വീകരിച്ചിട്ടുള്ളത്? എതിരാളികൾക്കെതിരെ ആരോപണങ്ങൾ വന്നാൽ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നുള്ളതിലൂടെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. പല രാഷ്ട്രീയ പ്രശ്നങ്ങളിലും പ്രക്ഷോഭങ്ങൾ നടന്നത് ആരോപണ വിധേയർ മാറി നിൽക്കണം. ഉമ്മൻചാണ്ടിക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടന്നത് അദ്ദേഹം മാറി ആ ആരോപണം ഇവിടെ തെളിയിക്കപ്പെട്ടോ? അങ്ങനെ നിരവധി തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങളുടെ പേരിൽ ആരോപണ വിധേയർ മാറി നിൽക്കണം എന്ന നിലപാട് CPM കേരള രാഷ്ട്രീയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ? അതോ രാഷ്ട്രീയ പദവിയല്ലല്ലോ അത്. അദ്ദേഹം വഹിക്കുന്ന ഒരു MLA സ്ഥാനമോ മന്ത്രിസ്ഥാനമോ അല്ല. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പദവിയിൽ ഇരിക്കുന്ന ഒരു ADGP ആണ്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുമെന്ന് പറയുന്നതിന് എത്ര വിചിത്രമായ കാര്യമാണ്. അത് വിരോധാഭാസമല്ലേ? അപ്പോൾ അതിന് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പോലും അന്വേഷണ റിപ്പോർട്ട് വരണം എന്ന് പറയുമ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് ഏതെല്ലാം കടമ്പകൾ കടന്ന് ഏതെല്ലാം പ്രക്രിയകൾ പൂർത്തിയാക്കിയാണ് വരിക എന്ന് സാമാന്യ ബോധമുള്ള ആർക്കും അറിയാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ആ റിപ്പോർട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് അനുകൂലമായ റിപ്പോർട്ടായിരിക്കാം വരുന്നത്. ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിധി പ്രസ്താവിച്ചാൽ അത് കേരളത്തിലും ജനങ്ങൾ അംഗീകരിക്കുമോ? കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ മണ്ടന്മാരാണ് എന്ന നിലപാടിൽ നിന്ന് പാർട്ടികൾ മാറുന്നില്ലെങ്കിൽ, ഗവൺമെൻറ് മാറുന്നില്ലെങ്കിൽ, അതിൻ്റെ വക്താക്കൾ മാറുന്നില്ലെങ്കിൽ അവരെ മാറ്റേണ്ടി വരും. അതാണ് അത്. PV അൻവർ പൂർണ്ണമായും ശരി എന്ന ഒരു നിലപാടിൽ നിന്നല്ല നമുക്ക് ഈ കാര്യങ്ങൾ പറയാൻ കഴിയുക. PV അൻവർ പറയുന്നതിൽ ശരിയായ കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളും ഉണ്ടാവാം. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അദ്ദേഹത്തിന് അല്ലെങ്കിൽ സുശിക്ഷിതമായ അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചു വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല. അദ്ദേഹം സ്വാഭാവികമായ ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ പാരമ്പര്യവും സംഘടനാ പാരമ്പര്യവും ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ കടന്നു വന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിൽ പരിമിതി ഉണ്ടാവും. ആ പരിമിതികൾ വെച്ചുകൊണ്ടല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ വിലയിരുത്തേണ്ടത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിനോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നാണ്. പാർട്ടിക്ക് അദ്ദേഹം അവസരങ്ങൾ നൽകിയല്ലോ. അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ പാർട്ടിക്ക് പിന്നെ പരാതികൾ നൽകി. മുഖ്യമന്ത്രിയുമായി 5 മിനിറ്റല്ല 37 മിനിറ്റ് നേരെ സംസാരിച്ചു. അദ്ദേഹം തെളിവുകൾ നൽകി. പാർട്ടിയുടെ ചാനലിലൂടെ ഞാൻ തുടക്കത്തിലും ഇതിനു മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്. അദ്ദേഹം ആദ്യകാലഘട്ടത്തിൽ പറയുമ്പോൾ മുഴുവൻ ഞാൻ സഖാവാണ് എന്ന് ഒരു വാചകം പൂർത്തിയാക്കുന്നതിനിടയിൽ 4 തവണയെങ്കിലും അദ്ദേഹം സഖാവ്, നമ്മൾ സഖാക്കൾ എന്ന് പറഞ്ഞ് പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് പാർട്ടിയുടെ ഭാഗമാണ് എന്ന നിലയിലാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി അദ്ദേഹം പറയുകയാണ്. പാർട്ടിയുടെ കൂടെ നിൽക്കുന്നു എന്ന സന്ദേശം നൽകിക്കൊണ്ട് പാർട്ടിയുടെ അകത്ത് ആഭ്യന്തര വിമർശനം നടത്തുന്ന ഒരാൾ, അദ്ദേഹം പാർട്ടി അംഗമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാധ്യമായൊരു വഴി അദ്ദേഹം തേടുന്നു എന്നേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെ നമ്മുടെ മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഞാൻ ഏതെങ്കിലും ഒരു വിശേഷിച്ച് CPM-നെ മാത്രമല്ല, CPM അതിൽ ഒന്നാം പ്രതിയായിരിക്കുമ്പോൾ തന്നെ എല്ലാ നിലമ്പൂർ കൂടിയ ആളുകളിൽ കുറേയൊക്കെ മുസ്ലിം ലീഗുകാരുണ്ടാവും. എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗ് അണികൾ വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ലീഗിന് എത്രമാത്രം ദോഷകരമായി ബാധിക്കും ഈ അൻവറിന്റെ മുന്നേറ്റം? അൻവർ ഒരു പാർട്ടിയായി വരുമ്പോൾ മാത്രമേ അത് മുസ്ലിം ലീഗിനെ ആ തരത്തിൽ ബാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇത് മുസ്ലിം ലീഗിന് വലിയ വിജയം നൽകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം മുസ്ലിം ലീഗ് ഇത്രയും കാലം ഉയർത്തി വന്ന രാഷ്ട്രീയത്തിൻ്റെ തെളിവുകളാണ് അദ്ദേഹം നിരത്തുന്നത്. 1, 2 പിന്നെ PV അൻവറിനെ പോലുള്ള ആളുകളെ പിന്നെ CPM-ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ വരും. ഞാൻ തുടക്കം സൂചിപ്പിച്ച പോലെ PV അൻവറിനെ പോലെ വെച്ച് പിന്നെ ഇപ്പോൾ മുസ്ലിം ലീഗിനത് സ്വാഭാവികമായി ചില തിരിച്ചടികളൊക്കെ നൽകാൻ ഇത്തരം പരീക്ഷണങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അൻവർ അടക്കം, V അബ്ദുറഹ്മാൻ അടക്കം, KT ജലീൽ അടക്കമുള്ള ആളുകൾ ജയിച്ചു വരുന്നത് മുസ്ലിം ലീഗിനെതിരെ തിരിച്ചടികൾ തന്നെയാണ്. പക്ഷേ ആ തിരിച്ചടികൾ അതിജീവിക്കാനുള്ള ഒരു വഴി ഇത്തരം പരീക്ഷണങ്ങളോട് അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് അൻവറിൻ്റെ കാര്യത്തിൽ അൻവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. അതിൻ്റെ സ്വാഭാവികമായ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഗുണഭോക്താവ് അതിൻ്റെ മുസ്ലിം ലീഗും UDF-ഉം തന്നെയാണ്. ഈ രാഷ്ട്രീയം മൊത്തത്തിൽ മലപ്പുറം ജില്ലയിൽ പൊതുവേ ഇത് സർക്കാരിനെതിരായ വലിയ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത്
അൻവറിനായിരിക്കില്ല അതിന്റെ വോട്ട് പോവുക, അത് CPM-നെതിരായ വോട്ടായിട്ടായിരിക്കും വരിക. അതിന്റെ ഗുണഭോക്താവ് മുസ്ലിം ലീഗും UDF തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അനിൽ ബോസ്, ഇത് പലതരത്തിലുള്ള ഡയമെൻഷനുള്ള ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ അൻവറിനെ കള്ളക്കടത്തുകാരുടെ വക്താവായും അതുപോലെ സുഡാപ്പിയുമായൊക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന് മുഖ്യമന്ത്രി തന്നെ തുടക്കമിട്ടു എന്ന് അൻവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരാൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിക്കും CPM-നും മറ്റ് ചിലയിടങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കും. ആ പിന്തുണ ഇനി മുഖ്യമന്ത്രിയും CPM ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഡീഫോൾട്ടായി അൻവറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ലഭിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഇലക്ട്രൽ ഗെയിനിന്, തെരഞ്ഞെടുപ്പ് നേട്ടത്തിലേക്ക് CPM-നെ LDF-നെയൊക്കെ നയിക്കാനും സാധ്യതയുണ്ട്. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അത്തരം കാര്യങ്ങൾ കൂടി കാണണ്ടേ അനിൽ ബോസ്? രാജംശ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതൊക്കെ വിടന്നേ, അതൊക്കെ വരുമ്പോൾ വരട്ടെ. അതൊക്കെ വരുമ്പോൾ അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ യുക്തമായ നയങ്ങളും സമീപനങ്ങളും സ്വീകരിച്ചുകൊണ്ട് ജനസമക്ഷം പ്രവർത്തിക്കും. ഓരോ മുന്നണിയും പാർട്ടിയും അവർക്ക് ജയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും. ഇവിടെ നമ്മൾ കാണേണ്ടത് അതല്ലെന്നേ. നമ്മൾ കാണേണ്ടത് ഏറ്റവും ഗൗരവമായ കാര്യം, കഴിഞ്ഞ 2 ഘട്ടങ്ങളായി തുടർച്ചയായി ഭരിക്കുകയാണ് ഒരു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്കെതിരെ മുൻപത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ അംഗങ്ങളും സഭയ്ക്കകത്തും പുറത്തും ഉയർത്തിക്കൊണ്ടുവരുന്ന അഴിമതി ആരോപണങ്ങൾ, ഇവിടെ പറഞ്ഞു ആരോപണങ്ങൾ മാത്രമാണെന്ന്. പിന്നെ ഇടതുപക്ഷ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം പറഞ്ഞു അതെല്ലാം വെറും ആരോപണങ്ങളല്ലേ, അല്ലെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമല്ലേ? ഇതിന് വല്ല തെളിവുണ്ടോ? തെളിവുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും മറ്റേതര വിഷയങ്ങൾ, ഓരോ വിഷയങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ബിരിയാണി ചെമ്പായാലും മറ്റേത് കാര്യമായാലും ഇത് അന്വേഷിക്കേണ്ട കേന്ദ്ര ഏജൻസികളാണ്. ആ കേന്ദ്ര ഏജൻസികൾ കൺട്രോൾ ചെയ്യുന്ന BJP-യും CPM-ഉമായിട്ട് ഒത്തുതീർപ്പാണെന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ അൻവറും പറയുന്നത്. അത് ബോധ്യപ്പെടുകയല്ലേ നമുക്ക്? RSSന്റെ മുഖ്യ ചുമതലക്കാരെ പോയി കാണുകയാണ്. ഒരാൾ മാത്രമല്ല കാണുന്നത്, പല ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇനിയും കാണും എന്ന് RSSന്റെ തന്നെ ചുമതലക്കാർ ഇന്ന് പരസ്യമായി പറയുന്നത് നമ്മൾ കേരളം കേൾക്കുകയല്ലേ? അപ്പോൾ ഈ സംഘപരിവാർ ശക്തികളുമായി CPM-ന്റെ ആളുകൾക്ക് എന്താ ബന്ധം? CPM എന്ന് പറയുന്ന ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ CPM-ന് അവരുമായി യോജിക്കാൻ കഴിയില്ല. അതാണ് പ്രത്യയശാസ്ത്ര സമീപനം. പക്ഷേ ഇവിടെ എങ്ങനെയാണ് അവർക്ക് യോജിക്കാൻ കഴിയുന്നത്? ആരാണ് യോജിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് യോജിക്കുന്നത്? ഇപ്പോൾ തന്നെ ഈ ഉണ്ടായിട്ടുള്ള വിവാദത്തിൽ, ഇവിടെ തുടക്കത്തിൽ ചർച്ചയിൽ പറഞ്ഞു, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല, ഞാൻ പറഞ്ഞതല്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റൊരു പ്രതിനിധി പറഞ്ഞതാണ്. ഈ കാലഘട്ടം നിങ്ങളൊന്ന് നോക്കൂ. ഇടതുപക്ഷ മുന്നണിക്കെതിരായി പ്രതിപക്ഷത്തിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി സമരം ചെയ്യുമ്പോൾ ഇപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA തന്നെ പ്രത്യക്ഷ സമര പോരാട്ടത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ CPM രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇടത് രാഷ്ട്രീയം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹം അൻവറിന്റെ കൊടിക്കീഴിൽ, പ്രത്യേകിച്ച് പാർട്ടിയില്ലെങ്കിലും അദ്ദേഹം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്കൊപ്പം നിലപാടിനൊപ്പം നിൽക്കാൻ അവിടെ ഒത്തുചേരുന്നത്, 10,000 ഒത്തുചേരുന്നത് കാണുമ്പോഴെങ്കിലും കേരളത്തിലെ ഇടത് സർക്കാരിന്റെ ഭാഗത്ത് അഴിമതിയുണ്ടെങ്കിൽ അഴിമതിയുണ്ടെന്ന് പറയാൻ BJP-യെ നമ്മൾ ഏതെങ്കിലും പോർമുഖത്ത് കാണുന്നുണ്ടോ? എന്തുകൊണ്ടാണ് കാണാത്തത്? അപ്പൊ ആരോപണങ്ങൾ മാത്രമല്ല, ആരോപണങ്ങൾ സത്യമാണ്, അത് കൃത്യമാണ്, അത് വ്യക്തമാണ്. പക്ഷേ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാർ BJP-യുടേതാണ്. ആ BJP-യും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആയിട്ട് കൃത്യമായി ഒത്തുതീർപ്പ് നടക്കുന്നു. അതാണ് പൂരം കലക്കൽ. അതാണ് ADGP-ക്കെതിരെ നടപടിയെടുക്കുന്നതിൽ മുഖ്യമന്ത്രിയെ പിന്നോട്ട് വലിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി ഒരു വേള P ശശിക്കെതിരെയോ ADGP-ക്കെതിരെയോ ആക്ഷേപം ഉന്നയിച്ചാൽ, നടപടിയിലേക്ക് പോയാൽ ആദ്യം പ്രതിയാകുന്ന, അവരെക്കാൾ മുമ്പ് പ്രതിയാകുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന് മുഖ്യമന്ത്രിക്കറിയാം. അവർ പറയും. ഓരോരുത്തരും ഓരോ ഘട്ടത്തിലാണ് പ്രതികരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളിൽ ബന്ധമുണ്ടെന്നും അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളതെന്നും തെളിവ് സഹിതം നാളെ ADGP-യോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ശശിയോ പറഞ്ഞാൽ എന്താ സ്ഥിതി? ശരി, അതിനെ ഭയക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി, അതിനെ ഭയക്കുന്നു. അതാണ് പ്രശ്നം. ഇവിടെ CPM-കാർ ഓടി നടന്നിട്ട് ആരോപണങ്ങൾ മാത്രമാണ്. CPM-നെ വെട്ടിക്കളയും, തട്ടിക്കളയും, ചെങ്കൊടി ആണ് കട്ടായ ഞങ്ങൾ അൻവറിന്റെ കാലും കൈയും വെട്ടും എന്നൊന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അൻവർ ഉയർത്തുന്ന, കേരളത്തിലെ പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള, നമുക്കെല്ലാവർക്കും അറിയുന്ന CPM BJP ബാന്ധവത്തെക്കുറിച്ചുള്ള നിലപാടെന്താ? ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള കള്ളക്കടത്തിന് അന്വേഷണത്തെക്കുറിച്ചുള്ള നിലപാടെന്താ? മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ ഉയർന്നു വരുന്ന സംശയത്തിന് പുകമറ നിൽക്കാൻ അന്വേഷണമുണ്ടോ? ഈ അന്വേഷണ സന്ദർഭത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി പദത്തിൽ നിന്നെങ്കിലും അദ്ദേഹം മാറി നിൽക്കാൻ തയ്യാറുണ്ടോ? മാറി നിന്നുകൊണ്ട് ഈ അന്വേഷണത്തിൽ ഉത്തരവിടാൻ തയ്യാറുണ്ടോ? അതാണ് ചോദ്യം. ശരി, ആ ചോദ്യം ഏറ്റെടുക്കാൻ CPM നേതൃത്വം തയ്യാറാണോ? CPM-ന് കേരളത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടതേ. നാളെ പിണറായി വിജയൻ മാറിയാലും മറ്റൊരാൾ വരും. അപ്പൊ അതിനൊന്നും ഞങ്ങൾക്കാർക്കും തർക്കമില്ല. പക്ഷേ CPM-ന് തിരുത്താൻ പറയാനുള്ള ആർജവമുണ്ടോ?
ഇനി ക്രിയാത്മകമായി കൃത്യമായ അന്വേഷണം നടക്കണമെങ്കിൽ ആഭ്യന്തരമന്ത്രി പദത്തിൽ നിന്നും മുഖ്യമന്ത്രി മാറി നിൽക്കാൻ തയ്യാറുണ്ടോ? ആകണമെന്നാണ് പ്രതിപക്ഷത്തിന് ആവശ്യം മുന്നോട്ട് വെക്കാനുള്ളത്. ഡോക്ടർ ബി ജയരാജൻ, ഇപ്പോൾ അൻവർ ഉയർത്തിവിട്ട ഈ ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകൾ പാർട്ടിയിൽ തന്നെയുണ്ട്. ഈ പാർട്ടി സമ്മേളനങ്ങളിൽ ഇത് ചർച്ച ചെയ്യുകയും പാർട്ടി ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനം കഴിയുന്നേ ഉള്ളൂ, ലോക്കൽ സമ്മേളനം വരുന്നു, ഏരിയ സമ്മേളനം വരുന്നു, ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനമൊക്കെ വരുമ്പോഴത്തേക്ക് ഫെബ്രുവരി മാസമാകും. അപ്പോൾ അങ്ങനെ ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു ചർച്ച ഉയർത്തി കൊണ്ടുവരാൻ തക്ക ശക്തമാണോ ഈ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ പാർട്ടിയിൽ? തുടക്കത്തിൽ ശക്തമായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രിയുടെ ആ വാർത്താ സമ്മേളനത്തോടുകൂടി എല്ലാവർക്കും വാസ്തവം മനസ്സിലായി. അതുകൊണ്ട് അതിനു മുമ്പ് എനിക്ക് രണ്ടുപേർ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ചും രാഷ്ട്രീയ നിരീക്ഷകനായ എന്റെ കൂടെ വന്ന സുഹൃത്ത്, അതുപോലെ തന്നെ ശ്രീ അനിൽ ബോസ്, മുഹമ്മദ് ഹനീഫയും ശ്രീ അനിൽ ബോസ്, അവരോട് രണ്ടുപേരും ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ CPM RSS ബന്ധമെന്നാണ്. ഇവിടെ വ്യക്തമായിട്ട് ബന്ധം ഉണ്ടായത് എവിടെയാണ്? അഡ്വക്കേറ്റ് രത്നസിംഗ് മത്സരിച്ചപ്പോൾ കോലി ബി സഖ്യം എന്ന് പറഞ്ഞ് കേരളത്തിൽ ആദ്യമായി കണ്ട കോൺഗ്രസ് ലീഗ് BJP സഖ്യം, അത് തള്ളിക്കളയാനാവോ? നേമത്ത് ആദ്യമായി BJPക്ക് നിയമസഭയിൽ സീറ്റ് മേടിച്ചു കൊടുത്തത് ഈ ഇരിക്കുന്ന കോൺഗ്രസുകാരല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ തൃശ്ശൂര് TN പ്രതാപന്റെ 78,000 വോട്ടിന്റെ ഭൂരിപക്ഷം എവിടെ പോയി? അത് അവസാന നിമിഷം TN പ്രതാപനെ മാറ്റി നിർത്തിയിട്ട് K മുരളീധരനെ ബലിയാടാക്കിക്കൊണ്ട് BJPക്ക് കയറിപ്പോകാൻ അവസരം ഒരുക്കി കൊടുത്ത ആരാ? കോൺഗ്രസുകാരല്ലേ? ഇവിടെ നേമത്ത് നമ്മൾ അക്കൗണ്ട് പൂട്ടിച്ചപ്പം ഇവിടെ തുറന്നു കൊടുക്കുക ചെയ്ത കോൺഗ്രസുകാരൻ, ഈ കോൺഗ്രസുകാരൻ ഇവിടെ നിന്നുകൊണ്ട് യാതൊരു നാണവും മാനവും ഇല്ലാതെ, അല്ലെങ്കിൽ യാതൊരു രാഷ്ട്രീയ സത്യസന്ധതയും ഇല്ലാതിരുന്നു പറയാണ് RSS CPM ആയിട്ടാണ് ബന്ധമെന്ന്. ഇത് കേൾക്കുന്ന ആളുകൾ എന്ത് വിശ്വസിക്കണം? എന്ത് വിഡ്ഢിത്തരാണ് നിങ്ങൾ ഈ പറയുന്നത്? കോൺഗ്രസ് ലീഗും BJPയുമായിട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കൽ കൂട്ടുകൂടിയിട്ടുള്ളത്. അത് അഡ്വക്കേറ്റ് രത്നസിംഗ് മത്സരിച്ചപ്പോൾ. പിന്നീട് നിയമസഭയിൽ അക്കൗണ്ട് തുറന്നു കൊടുത്തത് കോൺഗ്രസ്, പാർലമെന്റിൽ അക്കൗണ്ട് തുറന്നു കൊടുത്തത് കോൺഗ്രസ്, നേമത്ത് പൂട്ടിച്ചത് CPM. ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ കേരള ചരിത്രത്തിന്റെ ഭാഗമാണ്. പിന്നെ ഒരാള് കൺസിസ്റ്റൻസി ഉണ്ടോ എന്ന് നോക്കണം ഒരാൾ പറയുന്ന കാര്യത്തിന്. അതുകൊണ്ടാണ് മുമ്പെടുത്ത തീരുമാനങ്ങൾ എന്താണെന്ന് പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാളുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജനസംഘം ഏത് പൊസിഷനിലായിരുന്നു ചൂണ്ടിക്കാട്ടാനായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും കോലീബി സഖ്യത്തിന് മുമ്പേ ഇവിടെ അങ്ങനെ സഖ്യം ഉണ്ടായിരുന്നായിരിക്കും അനിൽ ബോസ് പറഞ്ഞത്. എന്തായാലും അൻവറിന്റെ നീക്കം എന്താകും എന്നുള്ളത് ഇനിയും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണണം. വളരെ നന്ദി ശ്രീ അനിൽ ബോസ്, ശ്രീ മുഹമ്മദ് ഹനീഫ, പിണറായി വിജയൻ നിയമസഭയിൽ എത്തുന്ന BJPയുടെ സഹായത്തോടെയാണ്. ഡി ജയരാജൻ, നന്ദി.